രാവിലെ തന്നെ ഒരു ബോട്ടിങ്ങിന് പോയാലോ? ബോട്ടിങ്ങിന് പോണത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, വയനാട്ടിലെ പൂക്കോട് ലേക്കിലോട്ടാണ്. നമ്മൾ മോർണിംഗ് വയനാട്ടിൽ ഞങ്ങളിങ്ങനെ രാവിലെ ചിന്തിച്ചു എങ്ങോട്ടൊക്കെ പോകണമെന്ന്. അപ്പം ഇവിടെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂടാവും. പക്ഷേ രാവിലേക്ക് ഇപ്പോഴും നല്ല 19, 17, 18 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ പൂക്കോട് ലേക്കിലൊന്ന് ബോട്ടിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കണേ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ തന്നെ 8 മണി 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശമൊക്കെ വെയിലായിട്ടുണ്ട്, പക്ഷേ തണുപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ കാറിൽ AC ഒന്നും ഇട്ടിട്ടില്ല. ഏകദേശം ഇപ്പോൾ ലേക്കിലേക്ക് എത്താനായി. ലേക്കിലോട്ടുള്ള വഴിയാണിത്. റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുവാണ്. ഒക്കെ പോകണം. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വയൽ, പാടം, പറമ്പൊക്കെ തന്നെയാണ്. ഇവിടേക്ക് പണ്ട് വന്നപ്പോൾ ഇതേപോലെ തന്നെയാണ് റോഡ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 200 മീറ്ററിൽ നമ്മളിപ്പോൾ ലേക്കിലെത്തും. ആദ്യമായിട്ടാണ് കേട്ടോ ലൈഫിൽ നമ്മൾ ഏറ്റവും തുറക്കുമ്പോൾ തന്നെ പോണത്. ഭംഗി, രാവിലത്തെ ഭംഗി ഉണ്ടാവും. ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ പാർക്കിംഗ് വരുന്നത്. അപ്പം ഞാൻ കരുതി ഇവിടെ ആരും ഉണ്ടാവില്ല എന്നാട്ടോ. ഇവിടേക്ക് തോന്നുന്നു ഊട്ടിക്കും മൈസൂർക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെയും കൂടി ലേക്കിലും കൂടി കയറിയിട്ട് പോകാൻ വിചാരിച്ചിട്ട് വരുന്നതായിരിക്കും. ഒന്നാമത് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്, വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ഹർത്താലൊക്കെ ആയിരുന്നു. അപ്പം ഒരു 5-8 വണ്ടികളുണ്ട് ഇവിടെ. അത്യാവശ്യം വലിയ പാർക്കിംഗ് ആണ്. ലേക്ക് മേലോട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പം വെയിലായി ഗൈസ്, ഏകദേശം വെയിലായി. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഏറ്റവും അതിരാവിലെ തന്നെ ഞങ്ങൾ പോണത്. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുന്നു, പക്ഷേ കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നത്. അപ്പം നല്ല വെയിലാണ്. പക്ഷേ ഈ വെയിൽ നമ്മൾ വിചാരിക്കും സുഖമാണ്, പക്ഷെ നമ്മൾ പെട്ടെന്ന് കരിയും. കാരണം അത്രയും സൺബേൺ ഏൽക്കുന്നുണ്ട് നമുക്ക്. പക്ഷെ നമുക്ക് ഈ തണുപ്പ് കൊണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് കുഴപ്പമില്ലാന്ന്. പക്ഷേ കുഴപ്പമുണ്ട്. ഇവിടെയൊക്കെ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. കൂളിംഗ് ആണ്. ഇവിടെ ഒരു ബോർഡ് കാണാം, പൂക്കോട് തടാകം. ഇത് നമ്മൾ വിചാരിക്കും ഫോഗാണെന്ന്, പക്ഷേ ആരോ തീ ഇട്ടതാണ് ഗൈസ്. സിപ്പ് ലൈൻ കാണുന്നുണ്ട്. നമുക്കിവിടെ നടക്കാൻ തോന്നുന്നു. ഇതൊന്നും നമ്മൾ പണ്ട് വന്നപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ. നമ്മളിത് കഴിഞ്ഞിട്ട് ഇതിലൂടെ നടക്കാം. പൂക്കോട് ലേക്കിലോട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെയാണ് ടിക്കറ്റ് റേറ്റ്. ഷോപ്പൊക്കെ ഉണ്ട്, സാധനമൊക്കെ വേണമെങ്കിൽ വാങ്ങാം, തൊപ്പി വാങ്ങാം. രാവിലെ ആയതുകൊണ്ട് ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയോ എന്തോ കത്തിച്ച പുകയാണ്, പക്ഷെ വയനാടാകുമ്പോൾ ഇത് കോടയാണെന്ന് വിചാരിച്ചോളൂ. അടിപൊളി. എനിക്ക് ഈ വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ലേക്ക്. നമ്മളങ്ങനെ രാവിലെ തന്നെ ആദ്യമായിട്ട് ലേക്കിലോട്ട് പോവുകയാണ്. 40 രൂപയാണെന്ന് തോന്നും അഡൽസിന്. ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം. നമുക്ക് ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് പോകാനില്ല. സോ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. കൊടൈക്കനാലായിട്ട് ഒന്നും കമ്പയർ ചെയ്യരുത്. ഇവിടെ നല്ല വൃത്തിക്ക് വേണ്ടി തന്നെ കൊടൈക്കനാൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടൈക്കനാലിൽ പോയ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ലേക്കിൻ സൈഡിൽ കൂടെ ഞങ്ങൾ സൈക്കിൾ ഓടിക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, വൃത്തി സാധനം അടുത്ത് കൂടെ പോയിട്ടില്ലായിരുന്നു. നമ്മൾ കേരളത്തിലായതുകൊണ്ട് കുറച്ച് വൃത്തിയുണ്ട്. നോ ഫുഡ് അലൗഡ്. ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇട്ടു. അപ്പം നമ്മളങ്ങനെ ഇതൊക്കെ ഇട്ടു കയറാൻ പോവാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങി. ഇവിടെ അങ്ങനെ ഒരുപാട് ഇല്ല, ഫോണൊക്കെ സൂക്ഷിക്കാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വെള്ളത്തിൽ പോയാൽ അവർ അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കയറി. നമ്മൾ പെഡൽ ബോട്ടാണ് ചൂസ് ചെയ്തത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ പെഡൽ ബോട്ട് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കൈ കുഴയും. ഇവരിങ്ങനെ തുഴയുന്നത് കയാക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാകുമ്പം എക്സസൈസും ആയി. നമുക്ക് മോർണിംഗിൽ ഒരു സൈക്കിൾ ചവിട്ടിയൊരു ഫീലും കിട്ടും. നമ്മൾ സ്പീഡിൽ എത്രയോ പേർക്ക് ഒരുമിച്ച് പോകുന്നൊരു ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. 7 പേർക്കാണ്, 8 പേർക്ക്. എനിക്കിതാ ഇഷ്ടപ്പെട്ടു. കയാക്കിങ് വേണ്ട, ഇതാണ് എനിക്കിഷ്ടമായത്. വലിയ ഇഷ്ടമൊക്കെ ഉണ്ട്. ഒരു നമുക്കൊരു ഷീറ്റൊക്കെ തന്നിട്ടുണ്ട്. ഇത് പണ്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇത്, ഇപ്പം വെച്ചതാണ്. ഒരു മല കാണുന്നുണ്ട്. അതൊരു അങ്ങകലെ മലമേട്ടിൽ. ഐ
സന്നിധാനം. സോറി, പാട്ട് പാടി. ഇതായിട്ട് കമ്പയർ ചെയ്യരുത്. കൊടൈക്കനാൽ വേറൊരു സംസ്ഥാനമാണ്, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വൃത്തിയേ ഉണ്ടാവും. ഇതുപോലെയൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു ലേക്കായിരുന്നു അവിടുത്തത്. പക്ഷെ അവിടെ നമുക്ക് മുക്കുവത്താതെ നടക്കാൻ പറ്റില്ല. ഇവിടെ കണ്ടോ, ആഹാ, വെള്ളിനില തുള്ളികളോ കൺപീലിയിൽ തില്ലലിയും ചന്ദനമോ. നമ്മളെ ബോട്ടിങ് ഇവിടെ കഴിഞ്ഞു ഗൈസ്. അപ്പോഴത്തേക്ക് ഇവിടെ നിറച്ച ആൾക്കാരായിട്ടോ. ഇവിടെ ഒരു സ്കൂളിൽ നിന്ന് മൊത്തമുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആയനെ. നമ്മൾ ഈ വെയിലത്തൊക്കെ നിൽക്കേണ്ടി വന്നേനെ.